വടകര വില്യാപ്പള്ളിയിൽ 2 പെൺകുട്ടികളെ കാണാനില്ല. 12ഉം 16ഉം വയസ്സുള്ള കുട്ടികളെയാണ് കാണാതായത്. ബംഗാൾ സ്വദേശികളായ കുട്ടികളാണ്. ഞായറാഴ്ച പുലർച്ചെ മുതൽ നർഗീസ് ഖാത്ത്, രശ്മി മോനി എന്നിവരെയാണ് കാണാതായിരിക്കുന്നത്. ട്രെയിൻ മാർഗം സംസ്ഥാനം വിട്ടിരിക്കാമെന്നുള്ള സംശയത്തിലാണ് പോലീസ് ഉള്ളത്. ശരത് എസ് വിവരങ്ങൾ നൽകും. ശരത്ത്, ഈ പെൺകുട്ടികളെക്കുറിച്ചുള്ള ഒരു അന്വേഷണം ഇപ്പോൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്? പോലീസ് എന്താണ് പറയുന്നത്? ഇവരുടെ കയ്യിൽ മൊബൈൽ ഫോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ടോ? ഷിയാസ്, ഈ പെൺകുട്ടികളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസും കണക്കാക്കുന്നത്. കാരണം ഇവർ വീട്ടിൽ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ കാണാനില്ല. ഈ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണം ഇപ്പോൾ ഡൽഹിയിലേക്കാണ് നീളുന്നത്. അതായത് മൊബൈൽ ഫോണിന്റെ അവസാനം കാണിച്ച ലൊക്കേഷൻ ഡൽഹിയിലാണ്. അതുകൊണ്ട് തന്നെ പോലീസ് ഇപ്പോൾ ഡൽഹിയിലേക്ക് നീങ്ങാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അതായത് ഞായറാഴ്ച പുലർച്ചെ മുതലെയാണ് ഈ 2 പെൺകുട്ടികളെയും കാണാതായത്. ഒരാൾ 12ഉം മറ്റൊരാൾ 16ഉം വയസ്സുള്ള പെൺകുട്ടികളാണ്. ഇവർ ദീർഘനാളായി കുടുംബത്തിനൊപ്പം വില്യാപ്പള്ളിയിൽ താമസമാക്കിയിരുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാത്രി ഇവർ ഉറങ്ങിക്കിടക്കുന്നത് വീട്ടുകാർ കണ്ടിട്ടുണ്ട്. പിന്നീട് പുലർച്ചെ നോക്കിയപ്പോഴാണ് രണ്ടുപേരെയും വീട്ടിൽ കാണാതായത്. പിന്നീട് പരിസരത്തൊക്കെ തന്നെ അന്വേഷണം നടത്തി, പക്ഷേ എവിടെയും കാണാനില്ല. ഇതോടുകൂടി തന്നെ വടകര പോലീസിലും ഒക്കെ തന്നെ പരാതി നൽകുകയും ചെയ്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ്, അത്തരത്തിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ലൊക്കേഷൻ ഡൽഹിയിലേക്ക് കണ്ടത്. അതോടുകൂടി തന്നെ ഇപ്പോൾ പോലീസ് ഡൽഹിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ബംഗാൾ സ്വദേശിയായ സാബിർ ഷെയ്ഖിന്റെ മകളാണ് ഇതിൽ 12കാരിയായ നർഗീസ് ഖാത്ത് എന്നുള്ളത്. അതേപോലെ തന്നെ സാബിർ ഷെയ്ഖിന്റെ ഭാര്യയുടെ ബന്ധുവായ 16കാരിയായ രശ്മി മോനി എന്നിവരെയാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത്. ഇപ്പോൾ പോലീസ് ഡൽഹിയിലേക്ക് പോയി അവിടെ കൂടി അന്വേഷണം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ശരത് എസ് ആണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.